കരിങ്കോഴിയുടെ മുട്ട കറുത്ത മുട്ടയല്ല, നോക്കി നല്ല തവിട്ട് നിറം. തവിട്ട് നിറമുള്ള മുട്ട. അതെ 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 അതെ. എല്ലാവർക്കും സംശയമുണ്ട് കറുത്തതാണോ വെളുത്തതാണോ ഈ കളറാണോ എന്നൊക്കെ. ചേട്ടാ, എൻ്റെ പേര് നിഷാന്ത് എന്നാണ്. ഞാൻ വരുന്നത് ട്രിവാൻഡ്രം നെയ്യാർഡാമിനടുത്ത് പന്ത എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് കരിങ്കോഴി കൃഷിയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 8-10 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേട്ടൻ തന്നെ ഏകദേശം ഒരു 3-4 വർഷം വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിവിധ സ്ഥലങ്ങളിലോട്ട്, കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലോട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പല രീതിയിലും. അപ്പം നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. നിഷാന്ത്, ഇത്ര ചെറുപ്പത്തിലെ ഈ ഒരു കൃഷി ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം റെയർ ബ്രീഡാണ്. അതുപോലെ ഇതിന് ഔഷധ ഗുണങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്തു പോകുന്നത്. അതുപോലെ ഇതിന് മാർക്കറ്റ് വാല്യൂ കൂടുതലാണ്, നന്നായിട്ട് സെയിൽസ് ഉണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മറ്റുള്ള കോഴികളെ അപേക്ഷിച്ച് കരിങ്കോഴിക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടോ? പ്രതിരോധ ശേഷി കൂടുതലാണ്. പൊതുവെ നോക്കുമ്പോഴത്തേക്കും പ്രതിരോധ ശേഷി കൂടുതലാണ്. അതുപോലെ മുട്ട ഫാറ്റ് ഫ്രീ ആണ്, പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്, ത്വക്ക് രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മരുന്നുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വൈദ്യന്മാർ. പലരും നമ്മളിന്ന് വന്ന് മേടിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ബ്രീഡ് ഇഷ്ടപ്പെടാനുള്ള കാരണം. ഇത്ര ചെറുപ്പത്തിലെ ഈ ഒരു കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും. നമ്മൾ ഏകദേശം ഒരു 8-10 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ലാഭകരമായോണ്ടാണല്ലോ നമ്മൾ അതിൽ നിന്ന് പോകുന്നത്. അതെ. അപ്പോൾ എത്ര മാസം മുതലുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവിടെ? നമുക്ക് 1 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും. 1 മാസം ഫുള്ളി വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ളത്. വാക്സിൻസ് ഏതാണെന്ന് വെച്ചാൽ ലെസോട്ട നമുക്ക് വാക്സിൻ ഉണ്ട്, ലെസോട്ട, IBD, വീണ്ടും ലെസോട്ട 2, IBD2 എന്നുള്ള വാക്സിൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 1 മാസം മുതൽ സെയിൽ തുടങ്ങും. 1 മാസം പ്രായം 175 രൂപ, 1.5 മാസം 200 രൂപ. അങ്ങനെയാണ് നമ്മൾ. ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ടല്ലോ ദൂരെ? ഡെലിവറി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോക്സിൽ നമുക്ക് 20 പീസാണ് വരുന്നത്. 20 പീസ് വരും. അപ്പോൾ നമുക്ക് ഡെലിവറി ചാർജ് വരുന്നത് MC റോഡ് ആണെങ്കിൽ 300 രൂപയും ഹൈവേ ആണെങ്കിൽ 400 രൂപ എന്നുള്ള നിരക്കാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഗൂഗിൾ പേയിൽ പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതെ. നല്ല ഒറിജിനൽ കരിങ്കോഴി അല്ലേ? നല്ല കിടക്കുന്നത്. അതെ. അപ്പൊ അതിലെ പലർക്കും ഒരു സംശയം, കരിങ്കോഴി കറുത്ത മുട്ട ഇടുക എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ അതിന്റെ കാരണം പലരും പറയും കരിങ്കോഴി കറുത്ത മുട്ട ഇടുന്നതൊക്കെ പറഞ്ഞു. കരിങ്കോഴി കറുത്ത മുട്ടയല്ല, ഒരു തവിട്ട് നിറത്തിലുള്ള മുട്ടയാണ്. നമുക്കത് കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണ് അതിന്റെ കളർ വരുന്നത് എന്നുള്ളത്. നമുക്ക് കറുത്ത മുട്ടയിടുന്ന കോഴി ഉണ്ട് കേട്ടോ. അത് സിമനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രീഡാണ്, ഇന്തോനേഷ്യൻ ബേർഡ്സ് ആണ്. അയാം സിമനി എന്ന് പറഞ്ഞിട്ടൊരു ബേർഡാണ്. അത് നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ കണ്ടുവരുന്നില്ല, അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബേർഡാണ്. അതിന്റെ മുട്ട കറുത്ത പൂവ്, അതിന്റെ കണ്ണ്, ഇതിന്റെ കറുത്ത താട, ഇതിന്റെ നഖങ്ങള്, നഖങ്ങളെല്ലാം കറുപ്പാണ്. പക്ഷെ നമ്മുടെ ഈ ശരീരം നോക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാം മൊത്തത്തിൽ കറുപ്പായിരിക്കും. എല്ലാം മൊത്തത്തിൽ കറുപ്പായിരിക്കും. ഫീമെയിൽ ഏകദേശം 8 മാസം പ്രായമായിട്ടുള്ളതാണ്. ചേട്ടാ, ഇതാണ് നമ്മുടെ കരിങ്കോഴി പൂവനും കരിങ്കോഴി പിടയും, മെയിൽ ഫീമെയിൽ. നമ്മുടെ പേരൻറ് സ്റ്റോക്കി കിടക്കുന്നതാണ്. ഏകദേശം ഒരു 8 മാസമൊക്കെ പ്രായമായിട്ടുള്ള പൂവനും പിടയാണ്. നമുക്ക് വലുത് കൊടുക്കാനുണ്ടാവും, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കുഞ്ഞുങ്ങളാണ് കൂടുതൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. നിഷാന്ത്, നമ്മുടെ മറ്റു കോഴികളെയൊക്കെ വളർത്തുന്ന പോലുള്ള ഒരു പരിപാലനമാണോ ഈ കരിങ്കോഴിക്ക്? അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ പ്രായം അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം 1.5 മാസം വരെ നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കാറുണ്ട്. സ്റ്റാർട്ടർ തീറ്റ കൊടുത്താണ് വളർത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രോവറിലോട്ട് മാറും. മുട്ടയിടുന്ന വരെ നമ്മൾ ഗ്രോവറിലോട്ട് പോകും. പിന്നെ നാടൻ രീതിയിൽ വളർത്തുന്നവർക്ക് ആ ഒരു രീതിയിൽ വളർത്താം. അത് കഴിഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ലെയർ പെല്ലറ്റ് എന്നുള്ള തീറ്റയാണ് നമ്മൾ. ശരിക്കും കരിങ്കോഴി ഒരു നാടൻ കോഴി തന്നെയാണ്. പിന്നെ നമുക്ക് കൊമേഴ്ഷ്യലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നാടൻ രീതിയിലുള്ള തീറ്റകൾ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഈ. അപ്പോൾ എത്ര മാസം മുതലേ ഇത് മുട്ടയിട്ട് തുടങ്ങുന്നത്? മുട്ടയിട്ട് തുടങ്ങുന്നത് ഏകദേശം ഒരു 5-6 മാസം മുതലാണ്. 6 മാസം മുതൽ. ഒരു ശീലം എന്നൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് അത് എത്ര മുട്ടയൊക്കെയാണ്? കണ്ടിന്യൂസ് മുട്ടയിടും. സാധാരണ കരിങ്കോഴികൾ പൊതുവേ അടകിടക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കിട്ടാറുണ്ട്. പിന്നെ വർഷത്തിൽ 200 മുട്ടയാണ് പറയുന്നത്. 200-220 മുട്ടയാണ് പറയുന്നത്. പലരും പറയുന്നത് കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് 50 രൂപ 100 രൂപയൊക്കെയാണ് വിലയെന്ന് പലരും. അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട്? അതെ, തീർച്ചയായിട്ടും ആ ഒരു വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് എഗ്ഗ് സെയിലില്ല, വലിയ കോഴി സെയിലില്ല.
കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ കറുത്ത മാംസം ആയതുകൊണ്ട് തന്നെ ഔഷധ മൂല്യം വളരെ കൂടുതലാണ്. ഔഷധ മൂല്യം വളരെ അതുകൊണ്ടാണല്ലോ മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പ്രതിരോധ ശേഷി കൂടുതലാണ്. ആസ്മ പോലുള്ള അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ കുഞ്ഞുങ്ങൾക്ക് എഗ് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിശാന്ത്, ഇത്രയും നാളത്തെ ഒരു പ്രവൃത്തി പരിചയം കൊണ്ട് നമ്മുടെ യുവാക്കൾക്കായിട്ടുള്ള കർഷകർക്കും അതേപോലെ തന്നെ വീട്ടമ്മമാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ്? ചേട്ടാ, നമുക്കിപ്പം എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോഴി വളർത്തൽ എന്ന് പറയുന്നത്. ഇപ്പം മിക്ക വീടുകളിലും നമ്മൾ വളർത്തുന്നുണ്ട്. ഇപ്പം ആദ്യമായിട്ട് തുടക്കക്കാർക്കായാലും ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ മേടിച്ച്, ഇപ്പോൾ ഒരു 10 or 15 ഒക്കെ മേടിച്ച് നമ്മൾ വളർത്തി തുടങ്ങിയാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വീട്ടമ്മമാർക്കായാലും ഇപ്പോൾ പയ്യന്മാർക്കായാലും. പക്ഷേ അതിനോടൊരു സ്നേഹവും പാഷനും ഒക്കെ വേണം. എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ വിജയിക്കാൻ പറ്റും. ഞാനും തുടക്കകാലത്തൊക്കെ ജോലിയും ഇതും ഒരു സൈഡായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്കിത് നല്ലൊരു വരുമാനം കിട്ടിയപ്പോഴേക്കും ഇത് ഫുൾ ടൈം കർഷകനായി ഞാൻ മാറി. അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത്. എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. അപ്പോഴത്തേക്ക് ഒരുപാട് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ അലയുന്നുണ്ട്. പക്ഷെ ഒരുപാട് കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെ ഒരു ജീവിത മാർഗം കണ്ടെത്താൻ നമുക്ക് ഈ നാട്ടിൽ സാധിക്കും. പക്ഷെ അതിനാരും ശ്രമിക്കുന്നില്ല. അപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ചേട്ടാ. മാതൃക ഉണ്ട്. നമുക്ക് നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു വരുമാനം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിൽ നിന്ന് തന്നെ. കാരണം ഞാൻ ഇപ്പോൾ ഫുൾ ടൈം കർഷകനാണ്. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. സൈഡായിട്ട് ഇറങ്ങിയെങ്കിലും ഇപ്പം അതെ അതെ അതെ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരിടത്തും പോകേണ്ട കാര്യമില്ല. യുകെയിലോ ഒരിടത്തും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ തന്നെ നിന്ന് നമുക്ക് നന്നായിട്ട് വിദേശ രാജ്യത്തൊക്കെ ജോലി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ ആവശ്യത്തിന് ജോലിയുണ്ട്, ആവശ്യത്തിന് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.